ബാലുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ ഞെളിഞ്ഞു നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും. എന്നുവെച്ചാൽ വെട്ടിപ്പിടിച്ചു, എന്തൊക്കെയോ കിട്ടി, നല്ലൊരു കുടുംബ ജീവിതമായിരുന്നു, ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബമില്ല എന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബാലഭാസ്കറിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതൊരു ഇപ്പോഴും ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത്, മരണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഇപ്പോഴും ഒരു ദുരൂഹതയായിട്ട് തുടരുകയാണ്. അതിന് ഒരു ഇതും കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മ അപ്പോൾ പ്രതികരിക്കുകയാണ്, മോൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അവൻ്റെ ജീവിതം പരാജയത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷേ അമ്മ പറയുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാവരും പറയും അവരുടെ ജീവിതം നല്ല രീതിയിലാണെന്ന് പറയുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ഇതും ഉണ്ടായിട്ടില്ല, വെറും പരാജയമായിരുന്നു എന്നൊക്കെയാണ് ബാലഭാസ്കറിൻ്റെ അമ്മ പറയുന്നത്. പിന്നെ ബാലഭാസ്കറിൻ്റെ മരണവുമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ എന്താണ് ഇതായത്, അതിനെക്കുറിച്ച് ഒരു വിവരവും എന്താണ് ഏതാണെന്നൊന്നും അതൊക്കെ എന്താ പറയുക എഴുതിത്തള്ളിയ മട്ടാണ്. അതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. അപകടത്തിൽ മരിച്ചു, പക്ഷെ അതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അത് പക്ഷെ ഇതുവരെ എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയണം അതിലെന്താണ് സംഭവിച്ചത്. നമുക്ക് എല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ദുരൂഹതയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു വിവരവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇത്രയും വർഷമായിട്ടും അതിലെന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ആരാണ് കളിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഏതാണെന്നൊന്നും ഇത്രയും വർഷമായിട്ട് ഒന്നും തെളിയിക്കാനോ ഒന്നും അറിയാനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ എല്ലാവരും ഇൻ്റർവ്യൂ കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മ ഇതുവരെ എവിടെയും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അമ്മ ഇൻ്റർവ്യൂവിൽ കൊടുത്ത സമയത്ത് ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയോ എന്താ പറയുക, അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മരണകാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയണം. പക്ഷേ അവരുടെ ജീവിതം ഒട്ടും നല്ലതായിരുന്നില്ല, കൂട്ടുകാർ ശരിയുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബാലഭാസ്കറിൻ്റെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. എങ്ങോട്ടൊക്കെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചത് സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു ഇതൊക്കെ ആയി വരുമ്പോൾ അവനെപ്പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക്. അവന്റെ കലാപ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോൾ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി ആൾക്കൊരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും തോന്നിയില്ല. അപ്പൊ സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി, ആളെ ഇല്ലാതായി, സംഗീതമില്ലാതായി, കുടുംബത്തിലൊന്നും ഇല്ലാതായി. അവസാനം അവനും ഇല്ലാതായി, സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി. പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു. അവളും ഇപ്പം ഇല്ലാതായി. ഇതെല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയ, വർഷങ്ങളോളം നമുക്ക് മനപ്രയാസം ഉണ്ടാക്കിയ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ ഒന്ന് അറിയണം. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നത് എന്ന് അറിയണമെന്നുണ്ട്. എന്താ പറയുക, അമ്മ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അമ്മ പറയുന്നത് എനിക്ക് എന്തായാലും ആ മരണകാരണം എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയണമെന്നാണ് പറയുന്നത്. അത് ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ അമ്മ വിചാരിക്കുന്നത് പോലെ തന്നെ ഓരോ മലയാളികൾക്കും ഇത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. യഥാർത്ഥത്തിൽ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്, എന്ത് ദുരൂഹതയാണ് ഉണ്ടായത് എന്നുള്ളത് എല്ലാവർക്കും അറിയണം. അത് ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുക തന്നെയാണ്. അത്രയ്ക്കും ആഗ്രഹമുണ്ട് എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ. ഈ നാളായിട്ടും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് അതൊരു ചുരുളഴിയാത്തൊരു രഹസ്യം പോലെ അതങ്ങ് പോവുകയാണ്. ഇത് എന്തായിരിക്കും എന്നാലും സംഭവിച്ചത്. ഓരോരുത്തർക്കും ഓരോ മരണത്തിലും ഓരോ ഇത് തോന്നുന്നു, അതിലെന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു തോന്നലാണ് ആ അമ്മയ്ക്ക് തോന്നിയത്. അതുപോലെ തന്നെ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാം. ബാലഭാസ്കറിൻ്റെ വിവാഹം എന്ന് പറയുന്നത് ലവ് മാരേജ് ആയിരുന്നു. അവർ പഠിക്കുന്ന കാലത്ത് തന്നെ ലക്ഷ്മി അവരെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്.
അന്ന് രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തത്. അന്ന് വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും ഒരു പ്രണയ വിവാഹം, ഒരു മോനെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് പെട്ടെന്ന് ഒരു പ്രണയ വിവാഹം എന്നൊക്കെ വന്ന് വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് ആർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത്രയും നാളും ഉണ്ടായിട്ടൊന്നും പറയാതെ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രണയം ഉണ്ട്. ഓരോ മക്കളെ വളർത്തുമ്പോഴും നമ്മൾക്കൊരു സങ്കല്പം ഉണ്ടാവില്ല. ആ ഒരു സങ്കല്പം ആ മാതാപിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിന് ആ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു. അത് കാരണം ഇവർ രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തിട്ടുണ്ട്. കൂടെ നിന്ന് സഹായിച്ചത് മുഴുവൻ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായിരുന്നു. എപ്പോഴാണെങ്കിലും സുഹൃത്തുക്കൾ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ബാലഭാസ്കറിനും വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒരുപറ്റം സുഹൃത്തുക്കളാണ് ബാലഭാസ്കറിന്റെ വിവാഹത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് ബാലഭാസ്കർ ഈ ലക്ഷ്മി പറയുന്നവരെ വിവാഹം കഴിക്കുന്ന സമയത്ത് ബാലഭാസ്കർ അന്ന് പാട്ടുകാരനോ അതുപോലെ ഫെയിമൊന്നും ഉള്ള ഒരാളായിരുന്നില്ല. അന്ന് വെറും ഒരു സാധാരണക്കാരനായിരുന്നു. ആ സമയത്ത് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കൂട്ടുകാർ നിന്നിട്ടുമുണ്ട്, സപ്പോർട്ടായിട്ട് നിന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ താൻ ഒന്നുമല്ലാത്ത സമയത്തും ഇത്രയും കൂട്ടുകാർ കട്ടയ്ക്ക് ബാലഭാസ്കറിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അന്ന് ഈ കൂട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ ബാലഭാസ്കറും വിവാഹം കഴിക്കുന്നത്. അതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിന്ന സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഈ അമ്മ കൂട്ടുകാരെയാണ് ഒരുപാട് ഇത് പറയുന്നത്, കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ബാലഭാസ്കർ ഒന്നും അല്ലാത്ത സമയത്താണ് ഈ കൂട്ടുകാർ നിന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ബാലഭാസ്കർ ഇത്രയും വലിയ പാട്ടുകാരനായിട്ടാണ് ഇതൊക്കെ ഫെയിമൊക്കെ കണ്ടിട്ടാണ് കൂട്ടുകാർ വന്ന് നിന്നത് എങ്കിൽ നമുക്ക് സംശയിക്കാം. പക്ഷേ ബാലഭാസ്കർ ഒന്നും അല്ലാത്ത സമയത്തും കട്ടയ്ക്കൊപ്പം നിന്ന സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെയാണ് ഈ അമ്മ തെറ്റിദ്ധരിച്ച പോലെയുള്ള സംസാരങ്ങൾ പറയുന്നത്. കൂട്ടുകാരന്മാർ കാരണമാണ് എൻ്റെ മോൻ നശിച്ചത്, അവരാണ് എൻ്റെ മോനെ ഇത്രത്തേക്ക് കൊണ്ട് എത്തിച്ചത്. ഇപ്പോൾ ഒരാൾ നശിക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കൂട്ടുകാരൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ നശിക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഒരു സുഹൃത്തുക്കളുടെ ആവശ്യമില്ല, ഞാൻ നശിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ കാര്യത്തിലും അതാണ് ബാലഭാസ്കറിനെ നശിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അത് സ്വയം ഇതാവണം. ഇപ്പോൾ നമുക്കൊരാൾ മദ്യം ഒഴിച്ചു തന്നാൽ അത് നമ്മൾ കുടിച്ചാലല്ലേ നമ്മുടെ വയറ്റിക്കകത്ത് പോവുള്ളൂ, അല്ലാതെ നമ്മുടെ വായിൽ ഒഴിച്ചു തരുമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ സുഹൃത്തുക്കളെ പറഞ്ഞ കാര്യമില്ല. നമ്മളിപ്പോൾ മദ്യം ഒഴിച്ചു തരുന്ന സമയത്ത് നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയാം. അപ്പോൾ അല്ലാതെ ഒഴിച്ചു തന്നിട്ട് നമ്മൾ കുടിക്കുമ്പോഴാണല്ലോ നമ്മൾ തെറ്റുകാരാകുന്നത്. അല്ലാതെ അവർ നമ്മളെ കുടിക്കൊണ്ട് ഫോഴ്സ് ചെയ്യല്ലേ. അതുപോലെ തന്നെ അമ്മ പറയുന്നത് ആ കൂട്ടുകാരില്ലായിരുന്നു എങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ, ആ കൂട്ടുകാർ കാരണമാണ് എൻ്റെ മോൻ നശിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും കൂട്ടുകാർ കൊണ്ട് നശിക്കുന്നതല്ല. ചിലത് നമ്മൾ സ്വയം വിചാരിച്ചാൽ നശിക്കുന്നതായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും. ഞാൻ ഒരു ഇത് എടുക്കുകയാണ്, ഞാൻ ഒരിക്കലും നന്നാവില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല. നമ്മൾ സ്വയം വിചാരിക്കണം നമ്മൾ നന്നാവണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ പറയുന്നത് 22-ാം വയസ്സിൽ എൻ്റെ മോനെ ട്രാപ്പിലാക്കിയതാണ്. അത് എല്ലാവരും പറയുന്നത് പോലെ അമ്മയുടെയും ഒരു ഇതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ അമ്മ പറയുന്നത്. പക്ഷെ എന്നാലും ആ 22-ാം വയസ്സിൽ ഒരിക്കലും കൂട്ടുകാരന്മാർ കൊണ്ടുപോയി നശിപ്പിച്ചതാണ് അല്ലെങ്കിൽ ട്രാപ്പിലാക്കിയതാണ് എന്ന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു വിവാഹത്തിന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന് അത്രത്തോളം ബാലഭാസ്കറിന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് കൂട്ടുകാരന്മാർ. ഇപ്പോൾ ആ ഒരു പ്രായത്തിലൊക്കെ ആൺപിള്ളേർക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ആൺപിള്ളേർ പെൺപിള്ളേർ അവർ എല്ലാവർക്കും ഒരുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും. അവരാണ് കൊണ്ടുപോയി ട്രാപ്പിലാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു 22 വയസ്സ് ആ ഒരു ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതെന്തോ അങ്ങനെ അമ്മയെ ഞാൻ കുറ്റം പറയല്ല, പക്ഷെ അത് എന്തോ ഒരു ലോജിക്കായിട്ട് തോന്നുന്നില്ല. അപ്പം അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട്, തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും. ഈ പറയുന്ന ഈ വിവാഹത്തിന് മുന്നിട്ട് നിന്ന ഇവളെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ജോയി വരെ 8 വർഷം പിണക്കത്തിലായിരുന്നു. ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവൻ്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത്. ആ ഇഷാൻ ദേവ് ഒരു ഘട്ടത്തിൽ പിണക്കത്തിലായിരുന്നു. ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല. എന്തു പറഞ്ഞ് പിന്നെയും കൂടി, എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പണ്ട് മുതലേ ആളുകൾ പറയും നിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലാതെയാണ് നീ ഈ നാശത്തിലേക്ക് പോകുന്നത്, നിൻ്റെ പ്രവർത്തികൾ ശരിയല്ല, നിൻ്റെ കൂട്ടുകെട്ടാണ് നിന്നെ എങ്ങനെയും വഷളാക്കുന്നത്, അവരാണ് നീ നല്ലവനാണ്, പക്ഷേ നിൻ്റെ കൂട്ടുകെട്ടാണ് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊരിക്കലും അങ്ങോട്ട് എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. എന്താ ചോദിച്ചാൽ ഒരിക്കലും കൂട്ടുകെട്ട് അങ്ങനെ ഇതാവുന്നതായിട്ട് തോന്നുന്നില്ല. നമ്മൾ സ്വയം നോക്കണം. നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഏതാണ് എന്താണെന്ന് നമ്മൾ ആദ്യം
നോക്കണം. നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതിയല്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതൊന്നും വരില്ല. അല്ലാതെ അവരൊരിക്കലും കൂട്ടുകെട്ട് നല്ല സൗഹൃദങ്ങളും ഉണ്ട്, നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്ന സൗഹൃദങ്ങളും ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ബാലഭാസ്കറിൻ്റെ സൗഹൃദങ്ങളാണ് അവൻ ഇത്രത്തോളം ബാലഭാസ്കറിനെ ഇതാക്കിയത്. അങ്ങനെയുള്ളതൊക്കെ എന്തോ എനിക്ക് അങ്ങനെ അങ്ങോട്ടത് ശരിക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. സൗഹൃദങ്ങൾക്കിടയിൽ ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇത് പറയുമ്പോൾ, സ്വർണ്ണക്കടത്തിലൊക്കെ ഒന്ന് ഇതായിട്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഇതല്ല. അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പണ്ട് 22 വയസ്സിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും. ഇപ്പോൾ ഇത്രയും ഫെയിം ആയ സ്ഥിതിക്ക് പിന്നെ സൗഹൃദങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ, ഈ സ്വർണ്ണക്കടത്ത് ഇതുമായിട്ടൊക്കെ ബന്ധം ഇതായിട്ട് അതെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ട്, ഇതൊരു ഇത്രയും ഫെയിം ഉള്ളത് കൊണ്ട് ആരും ശ്രദ്ധിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ സ്വർണ്ണക്കടത്ത് ആ ഒരു ഇതുമായിട്ട് കൂട്ടുകാർക്ക് വല്ല ബന്ധമുണ്ട്, അതൊന്നും അത്രയ്ക്ക് അറിയില്ല. ഫെയിം ആയതാണല്ലോ, അതുകൊണ്ട് തന്നെ അതിലൊക്കെ എത്രമാത്രം ഇത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയില്ല. നമുക്ക് പണവും പദവിയും പ്രശസ്തിയൊക്കെ വരുന്ന സമയത്താണല്ലോ നമുക്ക് നമ്മുടെ കൂടെ നിന്നവർ നമ്മളെ ചതിക്കപ്പെടുന്നത്. നമ്മളൊന്നും അല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ നിന്നവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് ചതിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. പറയാൻ പറ്റും. അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ ഞെളിഞ്ഞു നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും. എന്നുവെച്ചാൽ വെട്ടിപ്പിടിച്ചു, എന്തൊക്കെയോ കിട്ടി, നല്ലൊരു കുടുംബജീവിതമായിരുന്നു, ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബമില്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു, വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അല്ലാതെ അവൻ എന്ന വ്യക്തി, അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല. അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ. കുടുംബം നഷ്ടപ്പെട്ടില്ലേ, ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല ബാലഭാസ്കർ അവൻ്റെ ജീവിതമേ ഭയങ്കര പരാജയമായിരുന്നു. അതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ബാലഭാസ്കർ ഇത്രയും വലിയൊരു ഫെയിം ആയത്, അതുപോലെ തന്നെ ഒരു വലിയൊരു പാട്ടുകാരനായത്, ഇത്രയും വലിയ ലോകം അംഗീകരിക്കുന്ന ഒരു പാട്ടുകാരനായി മാറിയത്. അപ്പോൾ അതെന്തോ അമ്മയുടെ ആ ഒരു ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അമ്മ പറയുന്നത് പോലെ തന്നെ ആ മോൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും അത് തെളിയിക്കപ്പെടട്ടെ. ഈ ദുരൂഹത ഉണ്ടെങ്കിൽ ആ ദുരൂഹതയൊക്കെ നീങ്ങി മരണത്തിന് ആരാണ് കാരണക്കാർ, ഇതെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നെല്ലാം കാലം തെളിയിക്കട്ടെ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരിതാണ്. ഇതിൽ സ്വർണ്ണക്കടത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും എന്താ പറയുക, ആരാണ് പ്രതി, ഇതിൽ ഒരുപാട് കണ്ണികളുണ്ടാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണത്. ഈ അമ്മ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ഇത്രയും മലയാളികളുടെ മുമ്പിൽ ബാലഭാസ്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തൊരു ഇതാണ്. അപ്പോൾ ആർക്കും ഇല്ല, അത്രയും പ്രശസ്തി നേടിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ദുരൂഹത ഉണ്ടെങ്കിൽ അത് നീങ്ങി പുറത്ത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.